ഗൈസ്, നമ്മളിന്ന് സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. മീ മൈസെൽഫ് ആൻഡ് മട്ടാഞ്ചേരി ബൈ അനിത തമ്പി. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, അനിത തമ്പി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രൊലിഫിക് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. ഈ പ്രൊലിഫിക് ആയിട്ടുള്ള ഒരു പോയറ്റായിട്ടുള്ള അനിത തമ്പി ജനിച്ചു വളർന്നത് ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിലാണ്. അവർ മട്ടാഞ്ചേരി എന്നുള്ള പ്രദേശത്തേക്ക് അവർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. അതായത് ഒരു ആർട്ട് ഹാർബറിലുള്ള ഒരു എക്സിബിഷനിൽ പോയംസ് എഴുതാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് കിട്ടുകയാണ്. അങ്ങനെ അവർ ഒരു ഹാർട്ട് എക്സിബിഷൻ സന്ദർശിക്കാൻ വേണ്ടി അവിടെ പോവുകയാണ്, മട്ടാഞ്ചേരി എന്നുള്ള പ്രദേശത്തേക്ക്. സോ മട്ടാഞ്ചേരിയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പ്രജുഡൈസസ് ഉണ്ടായിരുന്നു. അതായത് ഒരു സിറ്റി എന്നുള്ള ഒരു വിശേഷണം, ഒരു സിറ്റി എന്നുള്ള ഒരു വിശേഷണത്തിൽ അവരുടെ ഒരു പ്രജുഡൈസുകൾ എന്ന് പറഞ്ഞത് അവിടെ ഫുള്ള് ഗോഡൗണുകളും അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എഡിഫൈസസും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഒക്കെ ആയിരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ തീർത്തും വ്യത്യസ്തമായിട്ട് അവർ ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആ ഒരു ഹോംലി ഫീലിംഗ് ഇവിടെയും കിട്ടുമോ എന്നുള്ള ഒരു 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 ആദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് സിറ്റിയിൽ, അതായത് സിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാകും, ഗ്രാമത്തിനാകുമ്പം അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാവും. സോ അത് സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഐഡൻറ്റിറ്റി, പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആസ് എ പോയറ്റ്, ആസ് എ പ്രൊഫഷണൽ പോയറ്റ് അവർക്ക് പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വരികയാണ്. അതായത് സിറ്റി എന്നുള്ള ആ ഒരു രീതിയെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പിനെ പൂർണ്ണമായിട്ട് മാറ്റുന്ന തരത്തിൽ, അതായത് ഓർഡിനറി ഹ്യൂമൻ ബീങ്സിനെ എന്ത് ചെയ്യാണ്, അവർ സെലിബ്രേറ്റ് ചെയ്യാണ് ഈ ഒരു അനിത തമ്പി എന്നുള്ള. സോ അനിത തമ്പി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അനിത തമ്പി ഷീ പ്രൊമോട്ടഡ് ദി ഡെമോക്രറ്റൈസേഷൻ ഓഫ് ആർട്ട്. നമുക്കറിയാം, പോയം എന്നുള്ളത് ഒരു ആർട്ട് ഫോമാണ്. ഈ ആർട്ട് ഫോംസിനെ പൂർണ്ണമായിട്ടും പ്രൈവറ്റായിട്ട് വെക്കാതെ പബ്ലിക് സ്ഫിയറിലേക്ക് അവർ ട്രാൻസിഷൻ ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് അവിടെയുള്ള ഗാലറികളിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് പോയിട്ട് അവിടെയുള്ള പ്രദർശനങ്ങൾ, അവിടെയുള്ള പോയംസ് കാണുക, വാളുകളിലുള്ള പോയംസ് കാണുക എന്നതിലുപരി അവർ പ്രൊമോട്ട് ചെയ്തത് ഗോഡൗണുകളിലെ വാളുകൾ, അതായത് സാധാരണക്കാർ ഇടപഴകുന്ന, അല്ലെങ്കിൽ അവർക്ക് ലെഷർ ടൈമുകളിലൊക്കെ വായിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ മേഖലകളിൽ എന്ത് ചെയ്യുക, ഈ പോയംസൊക്കെ ഹാങ് ചെയ്യുക എന്നുള്ളത്. പൂർണ്ണമായിട്ടും പറഞ്ഞാൽ സാധാരണക്കാരെ ഹീറോസായിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ, പച്ചയായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർക്ക് ഒരുപാട് സൊളൈസ്, അല്ലെങ്കിൽ ഒരുപാട് റിലീഫുകൾ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറുമെന്നുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മളും ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിന് ഒരുപാട് സ്ഫിയറിലുള്ള ആളുകൾ, പൊളിറ്റിക്സിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പല റിലീജിയൻസിലുള്ള ആളുകൾ, ജൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ, മുസ്ലിംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ക്രിസ്ത്യൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് മതസൗഹാർദ്ദങ്ങളുടെ ഈറ്റിലമായിരുന്നു ശരിക്കും മട്ടാഞ്ചേരി എന്ന് പറയുന്നു. ഈ മട്ടാഞ്ചേരിയിലെ ഓരോ ഹ്യൂമൻ ബീങ്സിലേക്കും അവർ ഇറങ്ങി ചെല്ലുകയാണ് ഉണ്ടായത്. അവർ മ്യൂസിയമൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെതിരാണ്. മ്യൂസിയമൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരിക്കെ നമുക്കൊരു ഒരു പ്രൊജക്റ്റ് കിട്ടിയാൽ ആ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു തീർക്കാതെ നമ്മളൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക എന്നുള്ളത്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഡിവോട്ടഡ് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ വർക്ക് ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സോ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടാണ് ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ അനിത തമ്പി കൊണ്ടുവരുന്നത്, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മട്ടാഞ്ചേരിയെക്കുറിച്ച് മനസ്സിലാക്കുകയും, മട്ടാഞ്ചേരി അവർ വിശേഷിപ്പിക്കുന്നത് എ നേഷൻ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ എത്നിസിറ്റീസ്, മൾട്ടിപ്പിൾ കൾച്ചേഴ്സിലുള്ള ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഇടപഴകുന്ന ഒരു ലാൻഡായിട്ട് അവർ കാണുന്നു. അവരുടെ ഇനീഷ്യൽ പ്രജുഡൈസ്, ആദ്യമുള്ള മുൻവിധി എന്ന് പറയുന്നത് ഒരു ബിസി സ്ട്രീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പരസ്പരം ആളുകളോടും ഒരു സൗഹാർദ്ദമില്ലാത്ത നാടായിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും അതിനെ മാറ്റുന്ന തരത്തിൽ നല്ല പച്ചയായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പൂർണ്ണമായിട്ടും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന ആ ഒരു ആളുകളുടെ അക്സെപ്റ്റൻസ് കിട്ടുകയാണ് ശരിക്കും അനിത തമ്പി എന്നുള്ള ഒരു പോയറ്റിന്. സോ അനിത തമ്പി ഇവിടെ കുറച്ച് ആളുകളുടെ പേര് പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് സാറാ കൊഹൻ എന്നുള്ളതാണ്. സാറാ കൊഹൻ എന്നുള്ളവരുമായിട്ട് ഒരു ജൂത ആയിട്ടുള്ള ആളായിരുന്നു. ഈ സാറാ കൊഹനുമായിട്ട്, ഈ സാറാ കൊഹൻ എന്നുള്ള പേഴ്സണുമായിട്ട് വളരെ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പം ജ്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. ജൂതന്മാരിവിടെ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവാണ് സാറാ കൊഹൻ എന്നുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അവർ പറയുന്നത് അലിയാക്ക എന്ന് പറയുന്ന ആൾ, അലിക്ക എന്ന് പറയുന്ന ആളെയാണ്. ഈ അലിക്ക എന്ന് പറയുന്നത് ഒരു ഫിഷർമാനാണ്. ഈ ഫിഷർമാൻ അവരെ ഡെയിലി റൗണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഈ സാറാ കൊഹൻ ഡെയിലി നടക്കുന്നതിൻ്റെ ഇടയിൽ എന്നും കാണുമായിരുന്നു, കുശലം പറയുമായിരുന്നു.
അവർ നല്ല ക്യാരക്ടറിന് ഉടമയായിരുന്നു. അപ്പം അങ്ങനെ ഇവരുടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചറിയാണ് ശരിക്കും അനിതാ തമ്പി അലിക്കയോട്. അപ്പോൾ അലിക്ക എന്ന് പറഞ്ഞത്, അലിക്ക ഒരു ഫിഷർമാൻ ആയിരുന്നു, ഫിഷർ സെല്ലർ ആയിരുന്നു. അവർ അവരുടെ ആം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടി അവർ ശബ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ കാലുകളിൽ ബുള്ളറ്റ് തറച്ച പാടുകൾ അലിക്ക കാണിച്ചു കൊടുക്കുകയാണ് സാറ ഖാൻ, സോറി, നമ്മുടെ അനിതാ തമ്പി എന്നുള്ള വ്യക്തിക്ക്. സോ അത് സിംബലൈസ് ചെയ്യുന്നത് അവരുടെ സ്ട്രഗിളൊക്കെയാണ്. ഓക്കെ, അവരുടെ ഓർഡിനറി പീപ്പിള്, അവർ നമ്മൾ ഹീറോസിനെ മാത്രമാണ്, അതായത് ചില നായകന്മാരെ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ പ്രശംസിക്കുക. പക്ഷേ ഓർഡിനറി ഹ്യൂമൻ ബീങ്സ് അവരുടെ സ്ട്രഗിൾസ്, അതായത് അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഹീറോസിന് ചില ലീഡേഴ്സിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രശംസിക്കുക. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ട് സാധാരണക്കാരിലും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് ആളുകളെ അവർ പ്രശംസിക്കുകയാണ്. സോ അലിക്ക എന്ന് പറയുന്നത് അവരെ പ്രശംസിച്ച ഒരു ട്രേഡ് യൂണിയൻ, അലിക്ക എന്ന് പറയുന്നത് ഒരു ഫിഷർമാൻ ആയിരുന്നു. നെക്സ്റ്റ് പേഴ്സൺ ആണ് ഫെർണാണ്ടസ് എന്നുള്ള നെൽസൺ ഫെർണാണ്ടസ് എന്നുള്ള വ്യക്തി. നെൽസൺ ഫെർണാണ്ടസ് ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അലിക്കയെ പോലെ ഒരുപാട് മൂവ്മെൻറ്റുകളിൽ, ഒരുപാട് ലേബർ സ്ട്രഗിളിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഈ നെൽസൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആൾ. നെക്സ്റ്റ് പറയുന്ന ഒരാളാണ് പ്രറ്റി എന്ന് പറയുന്നത്. പ്രറ്റി എന്ന് പറയുന്നത് ഒരു വാഷർ വുമൺ ആണ്. ഈ വനാർ കമ്മ്യൂണിറ്റിയിൽ പെട്ട, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന, സൗത്തിൽ നിന്നും കേരളത്തിലേക്ക് ആ ഒരു വാനാർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളായിരുന്നു. അവർ വാഷർ വുമൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിള്, ഒരുപാട് കാലങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിനെ ഈ പ്രറ്റി എന്നുള്ള വുമൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ചന്ദ്രകല എന്നുള്ള ഒരു വ്യക്തിയാണ്. ചന്ദ്രകല ഒരു പപ്പടം മേക്കറായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്യാണ്, ഇവർ റെപ്രസെൻ്റ് ചെയ്യാണ്. പിന്നെ ഇസ്മായിൽ എന്നുള്ള പറയുന്ന ഒരു ഓൾഡ് ഗുണ്ട, അവരെ ഈ ഒരു പോയത്തിൽ, അല്ലെങ്കിൽ അവർ എഴുതാൻ ഉദ്ദേശിച്ച പോയത്തിൽ എന്ത് ചെയ്തിട്ടു, വാരാൽ ഫിഷിനെ പോലെ അവരെന്ത് പോയി, സ്ലിപ്പ് ചെയ്ത് പോയി, അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുന്നു. അതായത് ചില ആൾ ഒരു പ്രോഗ്രാം ഉണ്ടാകും, ചില ആളുകൾ നമ്മൾ വിട്ടുപോകും. അതുപോലെ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ച ഒരാളെ അവർ അതായത് മനഃപൂർവ്വമല്ലാതെ വിട്ടുപോവുകയാണ് ഈ ഇസ്മായിൽ എന്നുള്ള പറയുന്ന വ്യക്തിയെക്കുറിച്ച്. സോ നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, ഇത് പൂർണ്ണമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റൊക്കെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സമ്പൂർണ്ണമായി എന്ന് പറയാൻ കഴിയൂല എന്ന് അവർ പറയുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകും ആർട്ടിൽ എന്ന് നമ്മുടെ അനിതാ തമ്പി ഇതിലൂടെ പറയുന്നു. സോ ഇതൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നമ്മുടെ അലിക്കയുടെ ഡോട്ടറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അനിതാ തമ്പി എന്നുള്ള പോയറ്റിന്. സോ ഡോട്ടറുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ കുശലം പറച്ചിലുകൾ, മീൻസ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, അതായത് ഒരു പോയറ്റ് എന്നുള്ള ഒരു ഫോർമാലിറ്റി വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ളൊരു ഫോർമാലിറ്റി വിട്ടുകൊണ്ട് താൻ ഇടപഴകുന്ന എല്ലാവരോടും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ്. ഈ അലിക്കയുടെ ഡോട്ടർ ഒരിക്കൽ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കൊമെൻ്റ് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ, അതായത് അനിതാ തമ്പിയോട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയി നിങ്ങളുടെ പോയം എഴുതിയപ്പം. ആ പോയം എഴുതിയപ്പം അതിൽ എൻ്റെ ഉപ്പ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന്, അതായത് പെട്ടെന്ന് ചൂടാവുമെന്നുള്ള ഒരു ലൈന് നിങ്ങൾ എഴുതാൻ വിട്ടു എന്ന് പറയാണ്. സോ അതിൻ്റെ റീസണായിട്ട് അവരുടെ ഡോട്ടർ പറയുന്നത്, അതായത് അലിക്കയുടെ ഡോട്ടർ പറയുന്നത്, ഒരിക്കൽ ഈ കാസ്റ്റ് സെഗ്രിഗേഷൻ്റെ ആ ഒരു സമയത്ത് ഒരാൾ അവരെ കളിയാക്കിയപ്പോൾ, അലിക്കയെ കളിയാക്കിയപ്പോൾ, ഒരു ബ്രാഹ്മണ അവരുടെ ഹെഡിലേക്ക് തൻ്റെ ഫിഷ് ബാസ്ക്കറ്റ്, അതായത് ഫിഷ് ബാസ്ക്കറ്റ് ഇട്ടുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയുണ്ടായി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാവുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അവർ എന്ന് അലിക്ക എന്ന് അത് നിങ്ങൾ പ്രതിപാദിച്ചിട്ടില്ല എന്ന് ഹ്യൂമറസ് ആയിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ പറയുന്ന ഒരു ഇടമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്പേസ് കൊടുത്തിരുന്നു അനിതാ തമ്പി. അതായത് ഒരു പ്രൊഫഷണലിസം എന്ന വിട്ടുകൊണ്ട്
അതായത് ഓർഡിനറി ഹ്യൂമൻ ബീയിങ്സിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ആർട്ട് അവർ പബ്ലിക് സ്ഫിയറിലേക്ക് ഈ പോയത്തിനെ കൊണ്ടുവന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത് ഓർഡിനറി പീപ്പിളിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. സോ ദിസ് ഓൾ അബൌട്ട് മീ മൈസെൽഫ് ആൻഡ് മട്ടാഞ്ചേരി എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ.